അതെ, ഞാനത് കഥ പറഞ്ഞു തരാം, കേൾക്കണേ. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ ജനങ്ങൾ ഒരു കൊച്ചു ബാലകനായിരുന്നു ദാവീദ്. 8 സഹോദരന്മാരിൽ ഇളയവൻ അവനായിരുന്നു. അവൻ തന്റെ അച്ഛന്റെ ആട്ടുപറ്റങ്ങളെ മേയിച്ചുകൊണ്ടേയിരുന്നു. തമ്പുരുമേറ്റുന്നതിൽ അവൻ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് അയൽദേശക്കാരായ ഫിലിസ്ത്യർ പാവപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ പലപ്പോഴും ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, മല പോലെയുള്ള 6 മുഴത്തിലധികം അധികം അതിനൊത്ത വണ്ണം അവന്റെ തലയിൽ പിച്ചള തൊപ്പിയുണ്ടായിരുന്നു. ഇത് കണ്ടാൽ ആരെങ്കിലും പേടിച്ച് വരയ്ക്കാതിരിക്കുവോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല. ഫലിസ്തീന്റെ ശല്യം മൂലം ഇസ്രായേൽ ജനങ്ങൾക്ക് കിടന്ന് പൊറുക്കാൻ പറ്റാതായി. ഇസ്രായേലിലെ സൗൽ രാജാവ് പോലും ഭയന്ന് വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഇസ്രായേലിലെ സൗൽ രാജാവ് ഒരു വിളംബരം നടത്തി, ശക്തനായ ഗോലിയാത്തിനെ തോൽപ്പാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഇത് കേട്ട് ഇസ്രായേൽ ജനങ്ങൾ തല താഴ്ത്തി നിന്നു. എങ്കിലും ബാലനായ ദാവീദ് രാജസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ശക്തനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി, അടിയനെ അനുവദിച്ചാൽ മാത്രം മതി. ഇത് കേട്ട് സൗൽ രാജാവിന് ചിരിയാണ് വന്നത്. ഇത്തിരിയുള്ള ഈ കൊച്ചുപൈ എങ്ങനെയാ മന്നനെ തോൽപ്പിക്കുക? എങ്കിലും ദാവീദിന്റെ ധീരതയെക്കുറിച്ച് കേട്ടറിഞ്ഞ രാജാവ് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു. അവൻ കയ്യിലൊരു വടിയും കവണയും തോട്ടിൽ നിന്ന് പെറുക്കിയ 5 കല്ലുകളുമായി ഗോലിയാത്തിന്റെ ടൗണിലേക്ക് യാത്രയായി. ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ തെറ്റാതെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനെന്ന് എന്റെ വളർത്തുമകൻ വല്ലതുമാണോ? ഇവിടെ വാ, നിന്റെ മാംസം ഞാൻ പക്ഷിമികൾക്ക് പിച്ചി കൊടുക്കും. ഇത് കേട്ട് ബലനായ ദാവീദ് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിഞ്ഞു. ഇത് കേട്ട് ഗോലിയാത്തിന് ദേഷ്യം വന്നു. അവനെ ആക്രമിക്കാൻ പോയി. എങ്കിലും ദൈവം തന്നെ പക്ഷത്തുള്ളതിനാൽ ദാവീദ് ഭയപ്പെട്ടില്ല. അവൻ കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നേരെ ആഞ്ഞെറിഞ്ഞു. കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ ആഞ്ഞുകൊണ്ടു. ഗോലിയാത്ത് മല പോലെ നിലവിളിച്ചു. ഈ നാടിനോം വർപ്പിച്ച ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ നിസ്സാരമായ കൊച്ചു ദാവീദിന് സാധിച്ചു. അവന് ദൈവത്തിനുള്ള വിശ്വാസം കൊണ്ടാണ്. അതുപോലെ മഹാമാരിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും പരസ്പരം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.